الحمد لله ثم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم يا بني آدم خذوا زينتكم عند كل مسجد فكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين صدق الله العلي العظيم وصدقه وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ കരുണാവധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ടും പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്നും ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി നമ്മെ തുണക്കുമാറാകട്ടെ. നാം എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഭാവനയിൽ ഒതുങ്ങാത്ത ആ മഹത്തായ സ്വർഗമാണ്, അതിനുവേണ്ടിയുള്ള തേട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. സ്വർഗത്തിൽ നിന്ന് നമ്മളെ തടയുന്ന ദുശ്ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? വളരെ ഗൗരവത്തിൽ നാം ഓരോരുത്തരും പുനരാലോചിക്കേണ്ടുന്ന വിഷയമാണിത്. പലപ്പോഴും നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിത രീതി കാണുമ്പോൾ സ്വർഗം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക വല്ലാതെയുണ്ട്. വെറുതെ മോഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല സ്വർഗം. വ്യാമോഹങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതുമല്ല
സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വളരെ ബോധപൂർവം അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗം ലഭ്യമാവൂ എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിരുന്നത്. പലപ്പോഴും സ്വർഗത്തിന് വേണ്ടി നാം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേസമയം സ്വർഗം വിലക്കുന്ന ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്. ഇത്തരം ദുശ്ശീലങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ദുശ്ശീലങ്ങളെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് വരുന്ന ചില ഖുത്ബകളിലായി നിങ്ങൾ കേൾപ്പിക്കണമെന്ന് വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 21 സൂറത്തുകളിലായി ആവർത്തിച്ചു പറഞ്ഞ ഒരു ഗോത്രമുണ്ട്, സമൂദ് ഗോത്രം. ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനത്തിന് ഏതാണ്ട് 8 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പുരാതനമായ ഒരു അറബി ഗോത്രമാണ് സമൂദ്. നൂഹ് നബിയുടെ മകൻ സാമിന്റെ വംശപരമ്പരയിലാണ് സമൂദ് ഗോത്രം ഉള്ളത്. അവരുടെ വല്ലുപ്പയായിരുന്ന ഗോത്രത്തലവനായിരുന്ന സമൂദ് ബിൻ ഗാസിർ എന്ന ആളുടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഈ ഗോത്രത്തിന് സമൂദ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ ഹിജർ, മദായിൻ സാലിഹ് എന്നീ പ്രദേശങ്ങളിലാണ് സമൂദ് ഗോത്രം അധിവസിച്ചിരുന്നത്. പ്രവാചകൻ സാലിഹ് അലൈഹിസ്സലാമയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിലേക്ക് നിയോഗിച്ചത്. സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം പറയുകയല്ല എന്റെ ഉദ്ദേശം. ഈ സമൂഹത്തെ നശിപ്പിച്ച കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്താഗിയ, കൊടുങ്കാറ്റ് കൊണ്ട് നാം സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. എവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച കഥ പറയുന്നുണ്ടോ അവിടെയെല്ലാം ആ സമൂഹം ചെയ്തുകൊണ്ടിരുന്ന വളരെ ഗുരുതരമായ ഒരു തെറ്റിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്തായിരുന്നു ആ തെറ്റ്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് നമ്മുടെ പുതിയ തലമുറ പറയുന്ന ധൂർത്തിനെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. കദബത്ത് സമൂദു അൽ മുർസലീൻ, സമൂദ് ഗോത്രം പ്രവാചകന്മാരെ കള്ളന്മാരാക്കി, അവരെ കളവാക്കി. എന്നിട്ടിങ്ങനെ അവരുടെ കഥ പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാണ്, അത്തത്റുകൂന ഫീമാ ഹാഹുന ആമിനീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വനഖ്ലിൻ തൽഉഹാ ഹളീം. വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്ന, ഈത്തപ്പനയുടെയും മറ്റു പല വൃക്ഷങ്ങളുടെയും വിശാലമായ കൃഷികൾ ഉണ്ടായിരുന്ന ആ സമൂഹം. وَتَنْحِتُونَ مِنَ الْجِبَالِ بُيُوتًا فَارِهِينَ, മലകളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവർ ആർഭാടത്തോടുകൂടി ജീവിച്ചിരുന്നു. അവരോട് പ്രവാചകൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ വഅതീഊൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, നിങ്ങൾ ധൂർത്തന്മാരായ ആളുകളാവരുത്, ധൂർത്തടിക്കരുത്, അത്തരം ആളുകളുടെ കൽപ്പനക്ക് പിറകെ പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിച്ചു എന്ന് പഠിപ്പിക്കുന്നത്.
നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ധൂർത്ത്. ദർഗാവിശാൽ മുസ്ലിം ഉമ്മത്തില് ഒരിക്കലും സംഭവിക്കരുത് എന്ന് റബ്ബ് പഠിപ്പിച്ച ഈ ദുർഗുണം ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റേത് സമുദായങ്ങളെക്കാളും കൂടുതൽ മുസ്ലിം സമൂഹത്തിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ധൂർത്ത് ഒരാളുടെ പരലോകം നഷ്ടപ്പെടുത്തും, സ്വർഗം നഷ്ടപ്പെടുത്തും എന്നതിനപ്പുറത്ത് അവന്റെ ഇഹലോകവും നശിക്കാനുള്ള കാരണമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് വലിയ സത്യമാണ്. ഉദാഹരണം തേടിയിട്ട് നമ്മൾ അധികം ഓടേണ്ടൊന്നുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണൊഴിച്ചാൽ മതി. നമ്മളിൽ പലരുടെയും ചെറുപ്പകാലത്ത് വലിയ സമ്പന്നരായിരുന്ന കുടുംബങ്ങൾ ഒരു ഗതിയും പരഗതിയുമില്ലാതെ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ തറവാടുകൾ, ജന്മി കുടുംബങ്ങളായിരുന്നവർ അവരുടെ പുതിയ തലമുറ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആൻ പറയുന്നു, അവർക്കൊന്നേ സംഭവിച്ചിട്ടുള്ളൂ, അവർ ധൂർത്തന്മാരായിരുന്നു എന്നതാണ്. മനുഷ്യരുടെ ധാരാളിത്തത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി 2 പദങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അതിലൊരു പദം ഇസ്റാഫ് എന്നതാണ്. സർഫു ശൈഇ ഫീമാ യംബഗി സായിദൻ അലാ മാ യംബഗി. ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ആവശ്യത്തിലധികം ചെലവഴിക്കുക ഇത് തന്നെയാണ് ഇസ്റാഫ് എന്ന് പറയുക. നമ്മൾ ധൂർത്ത് എന്ന് പറയുക. 100 രൂപ ചെലവാക്കേണ്ടുന്ന സമയത്ത് 100 രൂപക്ക് പകരം 150 രൂപ ചെലവാക്കുക എന്നതാണ്. അതിനെയാണ് ധൂർത്തി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 2ാമത്തെ പദം തബ്ദീർ എന്നാണ്. തബ്ദീറിനെ കുറിച്ച് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നത് അത്തബ്ദീറു ഇൻഫാഖുൽ മാലി ഫി ഗൈരി ഹഖ്ഖിഹി. ആവശ്യമേ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന എന്തും ദുർവ്യയമാകുന്നു. ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിലധികം ചെലവഴിച്ചാൽ അത് ധൂർത്താണ്. ആവശ്യമേ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു നയാ പൈസയാണെങ്കിൽ അതും ദുർവ്യയമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ 2 ശീലങ്ങളും റബ്ബിന് പൊരുത്തമില്ലാത്ത ശീലങ്ങളാണ്. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ ധൂർത്തടിക്കരുത്, വേസ്റ്റാക്കരുത്, ആവശ്യമില്ലാത്തത് ഉണ്ടാക്കി വെക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പടച്ച തമ്പുരാന് ധൂർത്തന്മാരെ ഒരു കാരണവശാലും ഇഷ്ടമല്ല എന്നാണ് റബ്ബ് പറയുന്നത്. അനാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു പൈസ ചെലവഴിക്കുന്നത് അല്ലാഹു പറയുന്നു വലാ തുബദ്ദിർ തബ്ദീറ. നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കരുത്. ആവശ്യമില്ലാത്ത ഒന്നിനു വേണ്ടി ഒരു പൈസ പോലും നിങ്ങൾ മുടക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം നടത്തുന്നവർ പിശാചിന്റെ കൂട്ടുകാരാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് വിശ്വാസിയുടെ കൂട്ടുകാരല്ല, അവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന വലിയ പാതകമാണ് ധൂർത്തടിക്കുക എന്ന് പറയുന്നത്. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. ധൂർത്തന്മാർ നരകത്തിന്റെ അവകാശികളാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുസ്ലിമയെ കുറിച്ച് ദീർഘദർശനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ള ഭയം നിങ്ങൾക്ക് പട്ടിണി വരുന്നതല്ല. ഫവല്ലാഹി ലൽ ഫഖ്റു അഖ്ശാ അലൈക്കും. ഈ ഉമ്മത്തിന് ഭാവിയിൽ പട്ടിണി ഉണ്ടാകും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയുള്ള ഒരു കാര്യമല്ല, ഞാൻ ഭയക്കുന്ന ഒരു കാര്യമല്ല.
വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും അദ്ദുനിയ, എന്റെ പേടി മുഴുവൻ ഈ ഉമ്മത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുകയും കമാ ബസതത അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളെ പോലെ നിങ്ങളും വലിയ സാമ്പത്തികമായി മെച്ചപ്പെടുകയും ഫതനാഫസു, അങ്ങനെ പരസ്പരം മത്സരിക്കുകയും വതുഹ്ലികക്കും കമാ അഹ്ലക്തഹും, അങ്ങനെ അള്ളാഹു നിങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുമോ എന്നത് മാത്രമാണ് നിങ്ങളുടെ വിഷയത്തിലുള്ള എന്റെ പേടി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. എങ്ങനെയാണ് ധൂർത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? പലപ്പോഴും ആവശ്യങ്ങളുടെ രൂപത്തിലാണ് ധൂർത്ത് കടന്നു വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ധൂർത്ത് കടന്നു വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരാൾക്ക് വിശപ്പടക്കാൻ ഭക്ഷണം വേണം, ആ ഭക്ഷണം വൃത്തിയുള്ളതും രുചിയുള്ളതുമാകണം. ഇതൊന്നും റബ്ബ് നമ്മോട് നിഷേധിച്ച കാര്യമല്ല, അല്ല അങ്ങനെയെ കഴിക്കാവൂ എന്ന് പറഞ്ഞ കാര്യമാണ്. അതേസമയം നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി അങ്ങനെയാണോ? എത്ര തരം ഭക്ഷണം വേണം, ഏത് ഭക്ഷണം വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ തീന്മേശയുടെ വലിപ്പമാണ്. ഒന്നാലോചിച്ച് നോക്ക്, വീട്ടിലൊരു അതിഥി വരുമ്പോ, നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോ വരുന്നവന് മാന്യമായ ഭക്ഷണം കൊടുക്കണം എന്നത് ശരി. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ അന്തസ്സും ആഭിജാത്യവും സമ്പത്തും പ്രകടിപ്പിക്കാൻ പറ്റുന്ന പെരുമ നടിക്കുന്ന വേദികളായിട്ട് ഭക്ഷണം മാറാറുണ്ട്. കേരളത്തിലൊരു കഥാകൃത്ത് ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിരുന്നു കുറച്ചു മുമ്പ്. വലിയ വിവാദമായിരുന്നു. മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു ഹാജിയാരെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ കഥ ഉണ്ടായത്. കഥയുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ശരിക്കും നമ്മളൊരു ധൂർത്തിന്റെ പ്രതീകമല്ലേ മുസ്ലിം കല്യാണങ്ങൾ? 313 തരം വിഭവങ്ങൾ വിരുത്തി ആളുകളെ ക്ഷണിക്കുന്നു. സോഷ്യൽ മീഡിയകൾ നോക്കുമ്പോൾ പലതരം റീലുകൾ കാണാം. ഈ റീലുകളിൽ പല ചെറുപ്പക്കാരും വലിയ കല്യാണ വീടുകളിൽ പോയിട്ട് കാറ്ററിംഗ് കമ്പനികളെ പരിചയപ്പെടുത്തുന്ന റീലുകൾ ഇങ്ങനെ കാണാൻ കഴിയും. എത്ര തരം വിഭവങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിഭവങ്ങൾ കഴിക്കുന്നത് മാത്രമല്ല, അത് വേസ്റ്റ് ആക്കുന്നതിന്റെ ഒരു അളവ്. ആളുകൾക്ക് മാന്യമായി കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞതാണ് നിങ്ങൾ ധൂർത്തടിക്കരുത് എന്ന്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മളത് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന സമയത്ത് ഓരോ 3.5 സെക്കൻഡിലും ഒരു കുട്ടി മരണപ്പെടുന്നുണ്ട് വിശന്നിട്ട് ഈ ലോകത്തിൽ. ഒരു ദിവസം 7000-ഓളം കുഞ്ഞുങ്ങളെ വിശന്ന് മരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ വിഭവങ്ങളിൽ ഈ ധൂർത്ത് നമ്മൾ കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമ്മൾ ധൂർത്തടിക്കുമ്പോൾ അതിന്റെ മറുവശത്ത് പട്ടിണി കിടക്കുന്നവന്റെ വേദന, അവന്റെ വിശപ്പ്, അതിനും കൂടി നാം റബ്ബിന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്മാര് വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു കണക്ക് കാണിക്കും. ഒരാനയുടെ വലിപ്പം എല്ലാവർക്കും അറിയാം. 100 ആനയും 135 ആനയും കൂട്ടിവെച്ചാൽ എത്ര വലിപ്പമുണ്ടെന്ന് നമുക്കറിയാം. 135 കോടി ആനകളെ കൂമ്പാരമാക്കി നിർത്തിയാൽ എത്രയുണ്ടാകുമോ അത്രയും ഭക്ഷണമാണ് ഒരു വർഷം മനുഷ്യൻ പാഴാക്കുന്നത് എന്ന് കാണിക്കുന്നു. ഇന്ത്യയിൽ ഒരു വർഷം 1 കോടി കല്യാണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഏതാണ്ട് എല്ലാ കല്യാണങ്ങളിലും മിനിമം 20% ഭക്ഷണമാണ് ആളുകൾ വേസ്റ്റ് ആക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ നടക്കുന്ന വിവാഹങ്ങളെ സംബന്ധിച്ച് നടന്നൊരു പഠന റിപ്പോർട്ട് പറയുന്നത് ഒരു വർഷം 339 കോടിയുടെ ഭക്ഷണമാണ് ബാംഗ്ലൂരിൽ മാത്രം വിവാഹങ്ങളിലായി വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ആലോചിച്ച് നോക്ക്, ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണ വേസ്റ്റ് എന്ന് പറയുന്നത് 7072 ടൺ മാലിന്യമാണ്. ഭക്ഷണം മാത്രമുള്ള വേസ്റ്റാണ് ഈ പറഞ്ഞത്.
ശരാശരി 500 പേർ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ ഒരു ദിവസം 100 കിലോ ഭക്ഷണം വേസ്റ്റ് ആകുന്നെന്നാണ് കണക്ക്. 500 പേര് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയാൽ 100 കിലോ ഭക്ഷണം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണം വേസ്റ്റ് ആകുന്നത് ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ എന്നുള്ളതാണ്. നമ്മൾ പൈസ കൊടുക്കുന്നു എന്നതല്ല ഭക്ഷണം വേസ്റ്റ് ആക്കാനുള്ള ന്യായം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് 100 ഗ്രാം അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു കർഷകന്റെ ഒരു അധ്വാനമുണ്ട്. നമ്മൾ തലേന്ന് രാത്രി കഴിച്ച് പുറത്തുനിന്ന് ഓരോ ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നത് മറന്നുപോയി, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അതെല്ലാം കൂടെ വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. പിറ്റേ ദിവസം ഇതാകെ തണുത്തു പോയില്ലെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കും, അത് കഴിക്കൂല. 100 ഗ്രാം അരി വേസ്റ്റ് ആകുമ്പോൾ ആ അരി വേസ്റ്റ് ആകുന്നതോടൊപ്പം 140 ലിറ്റർ വെള്ളം കൂടി വേസ്റ്റ് ആകുന്നു. ആ 100 ഗ്രാം അരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 1 ലിറ്റർ പാല് വേസ്റ്റ് ആകുമ്പോ ആ പാല് ഉൽപ്പാദിപ്പിക്കാൻ ആ പശുവിനെ വളർത്താൻ വേണ്ടി ചെലവഴിക്കപ്പെട്ട 1100 ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. 150 ഗ്രാം ഇറച്ചി വേസ്റ്റ് ആകുമ്പോൾ പാഴാകുന്നത് 615 ലിറ്റർ വെള്ളമാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാപ്പിളോ ഒരു നേന്ത്രപ്പഴമോ വാങ്ങിയിട്ട് ആവശ്യത്തിലധികം വാങ്ങി കുറച്ചത്തെ തിന്നു, ബാക്കി അവിടെ ഇരുന്ന് കറുത്ത് ഇനി തിന്നാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഒരു ഏത്തപ്പഴം ഒരാൾ കൊണ്ടിടുമ്പോൾ 70 ലിറ്റർ വെള്ളവും കൂടി കൊണ്ടുപോയി ഇടുന്നുണ്ട് കൂട്ടത്തിൽ. ഇതിനുവേണ്ടിയുള്ള മനുഷ്യന്റെ അധ്വാനത്തിന് വില ഞാൻ ഇട്ടിട്ടില്ല. അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ച് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആളുകളെ കൊണ്ടിങ്ങനെ പുതിയത് വാങ്ങിപ്പിക്കാനുള്ള ഓരോ തന്ത്രവും ആളുകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ വലിയ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും മുൻപന്തിൽ ആരാളുള്ളത്? മുസ്ലിം സമൂഹമാണ്. ഒരു കച്ചവടക്കാരൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്തുമസ് വന്നാലും ഞങ്ങളുടെ കടയിൽ തിരക്കുണ്ടാകുക മുസ്ലിം കുടുംബങ്ങൾ മാത്രം വരുമ്പോഴാണ്. അവരാണ് ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്ന് ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സംവിധാനം അങ്ങനെയാണ്. നമ്മൾ ഇടപാട് നടത്ത പണമിടപാട് നടത്തുന്ന സംവിധാനങ്ങളെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ കടകളുടെ മുന്നിലും പരസ്യമാണ്, EMI ലഭ്യമാണ്. എന്താ EMI ലഭ്യം? നിങ്ങൾ കടയിൽ കയറി ചെല്ലുമ്പോ നിങ്ങൾ കടയിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇത്ര പീരീഡ് ഇട്ടുകൊണ്ട് ബാങ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് വരും. പണ്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു കടയിലോ കയറി സാധനം വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ പോക്കറ്റിലേക്കാണ്. പോക്കറ്റിൽ നോക്കിയിട്ട് പോക്കറ്റിലുള്ളതിനനുസരിച്ച് സാധനം വാങ്ങിക്കുള്ളൂ. ഇപ്പൊ പോക്കറ്റിൽ നോക്കേണ്ടതില്ല. സാധനം വാങ്ങിക്കഴിയുമ്പോഴാണ് ഇത് വില കൂടുതലാണെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അത് ക്രെഡിറ്റ് ആകാം. മാസാവസാനം ശമ്പളം വരുമ്പോ ബാങ്കിൽ അക്കൗണ്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ്. ഏത് ഉൽപ്പന്നവും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ, റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ കയറി ചെല്ലുമ്പോ കടക്കാരൻ പറയാണ്, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ, ഇത് 5 സ്റ്റാർ ഉള്ള കുറച്ച് വലിയ സൗകര്യങ്ങളുള്ളതാണ്. അപ്പൊ പൈസ കൂടുതൽ എന്താ? EMI ഉണ്ടല്ലോ. മനുഷ്യന്റെ ഒരു പ്രകൃതി എന്താന്ന് വെച്ചാൽ ഖുർആൻ പറയാണ്, ഖുലിഖൽ ഇൻസാനു അജൂലൻ, മനുഷ്യൻ തൊട്ടു മുമ്പിൽ കാണുന്ന സൗകര്യം മാത്രം പരിഗണിക്കുന്നവനാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന ആലോചിക്കൂല. ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണം, സിഗരറ്റ് കൂടിന്റെ പുറത്ത് രക്തമൊലിക്കുന്ന ക്യാൻസർ ബാധിച്ച കവിളിന്റെ ചിത്രം കണ്ടിട്ടാണ് ഈ മനുഷ്യൻ താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ട് സിഗരറ്റ് വാങ്ങിക്കുന്നത്. ഇത് ഖുർആൻ പറഞ്ഞത് ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. അവൻ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു ആലോചിക്കൂല. ആലോചിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ പോലും കടക്കാരാണെന്ന്. അവൻ EMI ഉപയോഗിച്ചെടുത്ത സാധനത്തിന്റെ മാതാപിതാക്കൾ അവന് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത സാധനത്തിന്റെ ചെറിയ കുട്ടികളെ പോലും കടക്കാരാക്കി മാറ്റുന്ന വലിയ ഉപഭോക്തൃ ശൃംഖല നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല, വസ്ത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വസ്ത്രം എടുക്കാനുള്ള മാനദണ്ഡം എന്താ? നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വസ്ത്രം എടുക്കുന്നതിന് കണക്കുണ്ടല്ലോ. ഒരു ചെറിയ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വലിയ ഒരു വിശേഷമുണ്ടെങ്കിൽ വസ്ത്രം എടുക്കും.
രണ്ടാമത് മൂന്നാമതൊരു വസ്ത്രം നമ്മളാരും ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മളാരും ബാപ്പമാരോടോ ഉമ്മമാരോടോ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി നമ്മുടെ മക്കൾ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ട്, മോന്റെ വസ്ത്രം നേരത്തെ വാങ്ങിച്ചെന്ന ഷർട്ടും പാൻറ്റും ഒക്കെ എന്ത് ചെയ്ത്? അത് കീറിയതാണോ? അതിന്റെ ബട്ടൺസ് പോയോ? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരും ചോദിക്കൂല. അങ്ങനെ ചോദിക്കാൻ തന്നെ കെട്ടിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ പിശിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ആ മകൻ ചോദിക്കും, വാപ്പ ഏത് കാലത്താണ് ജീവിക്കുന്നത്? വാപ്പ പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. മീശമാധവൻ പോയി, തല്ലുമാല പോയി. ഇപ്പോൾ ടർബോ ജോസും അതിനേക്കാൾ പുതിയ 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 ഫിലിമുകൾ വരുന്നു. ആളുകൾ മാറുന്നു. അപ്പൊ നമ്മളും മാറണ്ടേ? ഞാൻ ആ പഴയ പോലെ നിങ്ങൾ ആലോചിക്കും, മാസം കൊണ്ടാണ് വസ്ത്രങ്ങളുടെ ട്രെൻഡ് മാറുന്നത്. ഒരു മാസം കണ്ടു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരുടെ വസ്ത്രമായി ടെക്സ്റ്റൈൽ ചെന്നാൽ, ഏതെങ്കിലും ടെക്സ്റ്റൈൽ ചെന്നാൽ അവർ പറയുന്നതാണ്, അയ്യോ അത് ആ ഫാഷൻ ഇങ്ങോട്ട് എടുത്തില്ല, അത് ഔട്ട്ഡേറ്റഡ് ആണ്, ഇപ്പൊ ബാഗിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ പലാസയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറിന്റെ ഇന്ന മോഡലാണ്. ഒരു മാസം പോലും ആയിട്ടുണ്ടാവില്ല പഴയ മോഡൽ എടുത്തിട്ട്. ഒരു പ്രാവശ്യം ഒരു കല്യാണ വീട്ടിലിട്ട ഡ്രസ്സ് രണ്ടാമത്തെ ഒരു വീട്ടിലിടാൻ ഭാര്യമാർക്ക് മടിയാണ്, നമ്മുടെ ഇണകൾക്ക് മടിയാണ്. ഇങ്ങനെ വസ്ത്രം എടുക്കാനുള്ള അനുമതി റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇങ്ങനെ നശിപ്പിക്കാനുള്ള അനുമതി നമുക്കുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുലു വസ്റബു വൽബസു, നിങ്ങൾ വസ്ത്രം എടുത്തോളൂ, വലാ തുസ്രിഫു, നിങ്ങൾ ധൂർത്ത് അടിക്കരുത്. മാ അഖ്താക ഇസ്നത്താൻ അസ്റഫു വത്തകബ്ബുർ, നീ വസ്ത്രം എടുത്തോളൂ, ഇഷ്ടമുള്ളത് ധരിച്ചോളൂ, പക്ഷെ ധൂർത്തല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്നതാണ് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലമ്മൻ ലബിസ ലിബാസ ശുഹറത്തിൻ അൽബസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി ലിബാസ മുദില്ലത്തിൻ. ആരെങ്കിലും പെരുമ നടിക്കാൻ വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് അവനെ അള്ളാഹു നിന്ദിതയുടെ വസ്ത്രം ധരിപ്പിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ? പണ്ട് ഒരു 5000 രൂപ കൊണ്ടുപോയാൽ വളരെ ഭംഗിയായി 3-4 ആളുകൾക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിയും. ഇന്ന് 5000 രൂപ കൊണ്ടുപോയിട്ട് വീട്ടിലെ ചെറിയ മോൻ തന്നെ ചോദിക്കുന്നതാണ്, വാപ്പ ഈ 5000 രൂപയുള്ളോ എന്നാണ് ചോദിക്കുന്നത്. അവന്റെ ജീൻസിന്റെ വില കേട്ടാൽ നമ്മൾ നെട്ടും. അവനിടുന്ന ഷഡ്ഡിയുടെ വില എന്ന് പറയുന്നത് 1000-ന് മുകളിലാണ്. ഇത്രയും വില കൂടിയ വസ്ത്രം, ശരി, ചിലരെങ്കിലും പറയും ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റമേ ധരിക്കൂ. എന്താ കാര്യം? ഞാൻ അത്രയും കാലം അത് ഉപയോഗിക്കുന്നെങ്കിൽ അത് ശരിയാകും എന്ന് ഒരുപക്ഷെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. ഇത്രയും വില കൂടിയ വസ്ത്രം വാങ്ങിച്ചിട്ട് ഇവൻ എത്ര ദിവസം ഇടും, എത്ര പ്രാവശ്യം ഇടും? അപ്പോഴേക്കും പുതിയ ബ്രാൻഡ് വരുന്നു, പുതിയ സിനിമകൾ വരുന്നു, പുതിയ ഫാഷൻ വരുന്നു, അവനത് മാറ്റിയെടുക്കും. നമ്മുടെ സമൂഹം നശിക്കാൻ വേറൊരിടവും വേണ്ട. മറ്റൊരു വഴിയാണ് വീട് നിർമ്മാണം. ധൂർത്തിന്റെ വഴികളെ കുറിച്ച് റസൂൽ പറയുമ്പോൾ ഓരോ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ കാണാം. 3-ാമത് റസൂൽ പറഞ്ഞാൽ വീടാണ്. ഒരാൾക്ക് സ്വസ്ഥമായി കയറി കിടക്കാൻ അയാളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ഒരു വീട് വേണം, സംശയമില്ല കാര്യത്തിൽ. അതേസമയം പലപ്പോഴും നമ്മൾ വീട് വെക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? എന്റെ അയൽവാസിയേക്കാൾ വലിയ മികച്ച വീട്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവനേക്കാൾ മികച്ച വീട്, അവന്റെ വീട്ടിൽ ഉപയോഗിച്ച ഫർണിച്ചറിനേക്കാൾ മികച്ച ഫർണിച്ചർ, ഞാൻ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ട സംവിധാനങ്ങളെക്കാൾ മികച്ച സംവിധാനങ്ങൾ. മറ്റൊരു മാനദണ്ഡം വീട് നിർമ്മാണത്തിൽ നമുക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബനാ ബിനാഅൻ അക്സറ മിമ്മാ യഹ്താജു ഇലൈഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വീടുണ്ടാക്കിയാൽ, മൻ ബനാ ബിനാഅൻ അക്സറ മിമ്മാ യഹ്താജു ഇലൈഹി കാന അലൈഹി വബാലൻ യൗമൽ ഖിയാമ, ആ വീട് മതി നാളെ പരലോകത്ത് അവനെ നാശമായിട്ട് വരാൻ എന്നാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ 2000 ഞാനിവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ആ റിപ്പോർട്ട് രൂപപ്പെടുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ വന്നു. ഭാഗ്യമോ നിർഭാഗ്യമോ അവരെയും കൊണ്ട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോകാൻ അവർക്ക് കൂട്ടുപോയത് ഞാനായിരുന്നു. അങ്ങനെ പോണ വഴിയിൽ വലിയ വലിയ വീട് കാണുമ്പോൾ ഇവർ ചോദിക്കും, ഈ വീട്ടില് മുകൾ നിലയിൽ, എല്ലാം 2 നില വീടാണ്, മുകൾ നിലയിൽ ആള് താമസമുണ്ടോ? പറഞ്ഞ് മുകളിലത്തെ നിലയിൽ ആള് താമസമല്ല, പിന്നെ എന്തിനാ വീട് അവരുണ്ടാക്കിയിട്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എനിക്കറിയാവുന്നത് മുകളിൽ നിലയിലും ആളില്ല, താഴെ നിലയിലും ആളില്ല.
വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ഇവര് വിദേശത്തായിരിക്കും. വർഷത്തിൽ വന്ന് 1 2 മാസം താമസിച്ചു പോകുന്ന വീടുകൾ. അയാൾ ചോദിക്കുന്നു, ഈ പൈസയൊക്കെ വേസ്റ്റ് അല്ലേ? ഇതിന്റെ ആനുവൽ മെയിൻ്റെനൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന, പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഉണ്ടാക്കുന്ന വീട് നമ്മുടെ പരിധിക്കൊതുങ്ങി നിൽക്കുന്നതാണോ? ലോൺ എടുത്ത് വീട് വെച്ച അവസാനം വീട് മുഴുവൻ ബാങ്ക് ജപ്തി ചെയ്തിട്ട് തെരുവിൽ അലയേണ്ടുന്ന, വാടകയ്ക്ക് താമസിക്കേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. ആഭരണങ്ങൾ വാങ്ങിക്കുന്നിടത്ത്, മൊബൈൽ ഉപയോഗിക്കുന്നിടത്ത്, 100 മീറ്റർ ദൂരത്തിൽ ഇവൻ വണ്ടി ഉണ്ടെങ്കിലേ പുറത്തോട്ടിറങ്ങും. തൊട്ടപ്പുറത്ത് അങ്ങാടിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാല് ബൈക്ക് തുണ്ടിക്കണ്ടെല്ലാം പോവില്ല. പെട്രോള് ഇന്ത്യയിൽ, ഡൽഹി നഗരത്തിൽ പെട്രോളിന്റെ കൺസപ്ഷൻ എത്രയാണോ അത്ര തന്നെ ഉപഭോഗമാണ് കേരളത്തിലെ ടൗണുകളിൽ നടക്കുന്ന ഉപഭോഗം എന്നാണ്. സെയിം ഉപഭോഗമാണ്. എന്താ ഇവിടുത്തെ തിരക്ക്? എന്നിട്ട് ഇവനാണ് എന്ത് ചെയ്യുന്നത്? തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകാൻ ബൈക്ക് എടുത്ത് ഓടുന്ന, തൊട്ടടുത്ത കടയിലേക്ക് പോകാൻ ബൈക്ക് എടുത്ത് ഓടുന്ന ഇവൻ വൈകുന്നേരം ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഏതൊരു ജിമ്മിൽ കയറിയിട്ട് എക്സസൈസ് ചെയ്യാണ്. ചെങ്ങായി ആ എക്സസൈസ് ചെയ്ത് പറയുന്നത് രാവിലെ നടന്നു പോയിരുന്നെങ്കിൽ അവന്റെ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാകുമായിരുന്നു, അത്രയും പെട്രോളിന്റെ പൈസ ലാഭിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് മുസ്ലിം ഉമ്മത്ത് മാറിയത് എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ റസൂൽ അള്ളാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ സമ്പത്ത്, 3 കാര്യങ്ങൾ ഈ ഉമ്മത്തിലുണ്ടാവുന്നത് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നു. അള്ളാഹ് പറയാണ്. അള്ളാഹ് പറഞ്ഞാണ് ഇളാഅത്തുൽ മാൽ, പൈസ കളയുക. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആധാരമായി അള്ളാഹു നിശ്ചയിച്ചു തന്ന സമ്പത്ത് വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് വെറുപ്പുള്ള മറ്റൊരു കാര്യവുമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊരു അപകടകരമായ ലക്ഷണമാണ്. ഉമ്മത്ത് മുസ്ലിം ഇങ്ങനെ ദൂർത്തടിക്കുന്നത് അവരുടെ നാശത്തിന്റെ അടയാളാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയാണ്. അള്ളാഹ് പറയാണ്, വഇദാ അറദിനാ അൻ നുഹ്ലിക ഖറിയതൻ, നാം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ, നാം അവരിൽ ധൂർത്തന്മാരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരും. നാം അവരിലെ ദുർവേക്കാരെ, ധൂർത്തന്മാരെ ആ സമൂഹത്തിന്റെ ആളുകളാക്കി മാറ്റും. എന്നിട്ട് അവർക്കനുസരിച്ച് സമൂഹം ഒപ്പം ജീവിക്കും. എങ്ങനെ ജീവിക്കുന്നതോടെ ആ സമൂഹം നശിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമൂദ് ഗോത്രത്തിന്റെ കഥ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നഹു കാനൂ, അവർ ധൂർത്തന്മാരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഈ ഉമ്മത്ത് നശിക്കാൻ പോണതിന്റെ അടയാളാണത്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. എങ്ങനെ ധൂർത്തില്ല ജീവിക്കാം? ആരോടും അള്ളാഹു പിശുക്കി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നല്ല അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി ഫീ അബ്ദിഹി. അള്ളാഹു ഒരുത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ മാന്യമായ വസ്ത്രവും മാന്യമായ ഭക്ഷണവും ധരിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, കഴിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു കൊടുത്ത നിഅമത്ത് അവനിൽ കാണണം. പക്ഷെ മിൻ ഗൈരി മഖീലത്തിൻ വലാ ഇസ്റാഫ്, അഹങ്കാരത്തോടുകൂടിയും ദൂരത്തോടുകൂടിയും ആകാൻ പാടില്ല. എങ്ങനെ ജീവിക്കാൻ കഴിയും? പിശുക്ക് ജീവിക്കാനല്ല അള്ളാഹ് പറഞ്ഞത്. പിശുക്കനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. പിശുക്ക് ജീവിക്കുന്നവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വെറുപ്പുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിശുക്കണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊള്ളൂ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, മല്ലഹു മൻസിലൻ ഫല്യത്തഖദ് മൻസിലൻ, വീടില്ലാത്തവൻ വീട് വെക്കണം. മല്ലൈസത് ലഹു സൗജത്തുൻ ഫല്യതസവ്വജ്, വിവാഹം കഴിക്കാത്തുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം. മല്ലൈസ ലഹു ഖാദിമുൻ ഫല്യത്തഖദ് ഖാദിമൻ, സഹായത്തിന് ആളുകളില്ലാത്തവർ സഹായത്തിന് ആളെ വെക്കണം, അവർക്ക് സെർവന്റിനെ വെക്കാം. മല്ലൈസ ലഹു ദാബത്തുൻ ഫല്യത്തഖദ് ദാബത്തൻ, വാഹനമില്ലാത്തവന് വാഹനം വാങ്ങിക്കാം. പക്ഷേ മിൻ ഗൈരി ഇസ്റാഫിൻ, ധൂർത്താകരുത്, ദുർവ്യയമാകരുത്, ആവശ്യമുള്ള ഒരു കാര്യത്തിന് ആവശ്യത്തിലധികം ചെലവഴിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മുഅ്മിനുകളുടെ വിശേഷണം പറയുമ്പോൾ അല്ലാഹ് പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അൻഫഖു, സത്യവിശ്വാസികൾ, ഇദാ അൻഫഖു, അവർ ചെലവഴിച്ചാൽ, ലം യുസ്രിഫു, അവർ ദൂർത്തടിക്കുകയില്ല, വലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ, ദൂർത്തിനും പിശുക്കിനും മധ്യേ മിതമായ രീതിയിൽ ജീവിക്കാൻ ശീലിക്കുന്നവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞില്ല, വലാ തജഅൽ യദക മഗ്ലൂലത്തൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. പിശുക്ക് കൂടി പെരടിയിലേക്ക് കൈ കെട്ടി വെക്കുകയും ചെയ്യേണ്ടതില്ല. വലാ തബ്സുത്ഹാ, ഇങ്ങനെ കൈ തുറന്നു വിടുകയും ചെയ്യേണ്ടതില്ല.
മക്കാന ബൈനദാലിക ഖവാമ, ഇതിന് മധ്യമുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയണം. ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ തത്വം അള്ളാഹു പറയുന്നു, ഓരോ മനുഷ്യനും അവനവന്റെ സാധ്യതകൾക്കുള്ളിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്. എന്റെ വരുമാനം എത്രയാണ്, ആ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ജീവിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരുത്തൻ തന്റെ സാധ്യതകളിൽ നിന്നുകൊണ്ടാണ് ചെലവഴിക്കേണ്ടത്. ഒരുത്തിന്റെ വരുമാനം കുറവാണെങ്കിൽ ആ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് അവൻ ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു നൽകിയതിനപ്പുറത്ത് ചെലവഴിക്കാൻ ഒരാളോട് ആവശ്യപ്പെടുകയില്ല. നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ് നമ്മുടെ വരുമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ശൈലി രൂപപ്പെടുത്തണം. ഇതാണ് ഒന്നാമത് പഠിപ്പിച്ചത്. രണ്ടാമത് അള്ളാഹു പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മളല്ലാഹുവിന് ഒരിക്കലും മാർക്കറ്റിൽ നടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിട്ട് കൂട്ടി ചോദിക്കുന്ന കണ്ടിട്ട്, വാങ്ങിക്കൂട്ടുന്നത് കണ്ടിട്ട് ഉമർ ചോദിക്കുന്നുണ്ട്, അവക്കൊല്ല മഷ്തഹൈത്തും ഇഷ്തറൈത്തും, നിങ്ങൾക്ക് കൊതിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കൂട്ടുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു വരുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂൽ ഇത് വളരെ കുറച്ച് സാധനങ്ങളാണല്ലോ താങ്കൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഉടനെ റസൂലുള്ളാഹി പറയുന്ന മറുപടിയാണ്, ഇന്നി ലാ ഉരീദു അൻ യഅകുല അഹ്ലി, എന്റെ വീട്ടുകാരി എല്ലാ നല്ലതും ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. ചിലതൊക്കെ ഞാൻ പരലോകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എല്ലാ ഭക്ഷണത്തരങ്ങളും എല്ലാ വസ്ത്രത്തിന്റെ ഇനങ്ങളും എല്ലാ മണിമാലകളും ഇവിടെ തന്നെ വെച്ച് ആസ്വദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റസൂൽ പറയാൻ, ഇന്നി ലാ ഉരീദു അൻ യഅകുല അഹ്ലി ത്വയ്യിബാതിഹിം ഫീ ഹയാതിഹിം അദ്ദുനിയ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാ നന്മകളും ആസ്വദിക്കണമെന്നല്ല ഞാൻ കരുതുന്നത്. ഇതൊക്കെ കിട്ടുന്ന ഒരു ലോകത്തിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അതിന്റെ അച്ചടക്കത്തോട് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, അവിടെയാണ്, സ്വർഗത്തിലാണ്, മരണശേഷമുള്ള ജീവിതത്തിലാണ് നിങ്ങൾ കൊതിക്കുന്നത് മുഴുവൻ കിട്ടുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഒന്നാമത് പഠിപ്പിച്ചത് സാധ്യതകൾക്കുള്ളിൽ ജീവിക്കുക. രണ്ടാമത് നമ്മുടെ ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ ശീലിക്കുക. മൂന്നാമത് അള്ളാഹു പറയുന്നു, നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. നമ്മൾ ആലോചിച്ചു, നമ്മൾ ഭക്ഷണത്തിന്റെ മെനു നോക്കിയിട്ട് ഹോട്ടലിൽ കയറി കഷ്ടപ്പെടുമ്പോ 3.5 സെക്കൻഡിൽ ഒരു കുഞ്ഞ് വിശന്ന് മരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാസങ്ങളായി ഭക്ഷണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന 10,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ ഗസയിൽ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഭക്ഷണത്തിന്റെ മെനു നോക്കിയിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്ന് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇട്ടുകൊടുത്ത ഡ്രസ്സ് അവൻ ഇഷ്ടപ്പെടാതെ പോണത് അതുകൊണ്ടാണ്. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മൂന്നാമത്തേത്, നിങ്ങളിലേക്ക് താഴെയുള്ളവരെ നോക്കുക. നാലാമത്തെ കാര്യം റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെടണം. അള്ളാഹു നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുക. അൽഹംദുലില്ലാഹ് പലിശ വാങ്ങാത്തവരാണ് നമ്മൾ. സമ്പാദിക്കുന്ന നേരത്തെ ഹലാലുകൾ പരിഗണിക്കുന്നവരാണ് നമ്മൾ. ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് സമ്പാദിക്കുന്നിടത്ത് മാത്രമല്ല അത് വേണ്ടത്. വഫീമ അൻഫഖഹു, എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിച്ചത് എന്ന് അതും കൂടി റബ്ബ് വിചാരണക്കെടുക്കും. പലപ്പോഴും നമ്മൾ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നത് നമ്മൾ നമ്മുടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുമ്പോഴായിരിക്കും. അത് നമുക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. കാരണം ഹറാമിലാണോ ചെലവഴിച്ചതെന്ന് ധൂർത്തടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ആളുകൾ. നിങ്ങൾ ആലോചിച്ച്, ഒരു കല്യാണം നടത്തിയിട്ട് വീട് വിറ്റ് കുടുംബം പാപ്പറായ എത്രയോ കുടുംബങ്ങൾ നമ്മൾ ഉണ്ടെത്തുണ്ട്. കല്യാണത്തിന്റെ ഈദ് തന്നെ മാറി. മഞ്ഞ കല്യാണം, മെഹന്തി, പിന്നെ കല്യാണത്തിന് അന്ന് തലേ ദിവസം എന്തോ ഒരു പരിപാടി, മിഠായി വരവ്, അതിനുശേഷം വീട് കാണാൻ പോവല്. ഇതെന്തിന്റെ ചെലവിൽ? ഇത് ഉമ്മത്ത് മുസ്ലിമിന്റെ ചെലവിൽ. ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്? ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കിക്കേ, വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഇങ്ങനെ ആർഭാടം കാണിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആഭരണം വാങ്ങിക്കുന്ന വിഷയത്തിൽ, ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഇവിടെ എത്രയോ ഹിന്ദു സമൂഹങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഈ ഉമ്മത്ത് മുസ്ലിമെ കാണിക്കുന്നത് പോലെ ആർഭാടം കാണിക്കുന്ന, ധൂർത്തടിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടോ? നമ്മൾ ഉമ്മത്ത് മുസ്ലിമയാണ്, ഉമ്മത്ത് വസത്താണ്, എല്ലാറ്റിലും മിതമായി ചെയ്യുന്ന ആളുകളാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ആരെയാണോ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു എന്തൊക്കെയാണോ നമുക്ക് വിലക്കിയിട്ടുള്ളത്, ആ വിലക്കിയതിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡർമാരായി
മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധൂർത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷമാണ്. 3 തരത്തിലാണ് ആളുകൾ ധൂർത്തിലേക്ക് കടന്നു വരിക എന്ന് പറയാറുണ്ട്. അതിലൊന്ന്, വീട്ടിൽ ഭാര്യ മക്കൾക്കും അറിയില്ല ഭർത്താവിന്റെ വരുമാനം എന്താണെന്ന്. അപ്പൊ അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭർത്താവ് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അയാളെ കടം വാങ്ങിച്ചിട്ടാണോ, EMI എടുത്തിട്ടാണോ, പലിശക്ക് എടുത്തിട്ടാണോ ഒന്നും നോക്കൂല. കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്ന പോകാൻ ഒരിക്കൽ പോലും തന്റെ വരുമാനം എത്രയാണെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടില്ല. ആ മക്കളതുകൊണ്ട് ആവശ്യപ്പെടുന്നു, ഇയാളെ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്നു. ഇയാളെ കടക്കണിയിലാകുന്നത് വേറെ ആരും അറിയുന്നില്ല. കുടുംബത്തിന്റെ അന്തരീക്ഷം. രണ്ടാമത്തെ ഒരു കൂട്ടര് ദൂരത്തിലേക്ക് എത്തപ്പെടുന്ന എന്താ അറിയോ? അവർ പറയുന്നത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നവരാണ്, അതുകൊണ്ട് എന്റെ വാപ്പക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമോ ആവശ്യമുള്ള വസ്ത്രമൊന്നും വാങ്ങിച്ചാലുള്ള താങ്കണ്ടായിരുന്നു. ഇപ്പൊ അള്ളാഹു വിചാരിച്ചിട്ട് സമ്പത്തില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ അവരത് ആസ്വദിക്കട്ടെ എന്നാണ് കരുതുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വാപ്പമാർ അങ്ങനെ ജീവിച്ചിരുന്ന നമുക്കിപ്പോ ജീവിക്കാൻ കഴിയുമായിരുന്നു? അവരൊക്കെ കയ്യിൽ കിട്ടിയത് മുഴുവൻ അവർ നമുക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു തലമുറ ഉണ്ടാകുമായിരുന്നു. മൂന്നാമത്തെ കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അധ്വാനിക്കാതെ പൈസ കിട്ടുന്നവരാണ്. പാപ്പ ഗൾഫിലാണ്, ചോദിക്കുമ്പോൾ പൈസ അയച്ചു കൊടുക്കും. മകനൊന്നും അറിയണ്ട, അവൻ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് സകലമാന തോന്നിയാസത്തിനും പൈസ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവനറിയില്ല ഇത് അധ്വാനിച്ച് കിട്ടുന്നതാണെന്ന്. പാപ്പയുടെ വേർപ്പിന്റെ വില മക്കൾക്കറിയില്ല. സ്വാഭാവികം മക്കൾ ദൂർത്തടിക്കും. അതുകൊണ്ട് അധ്വാനത്തിന്റെ വില എന്താണ്, എവിടുന്നാണ് വാപ്പയ്ക്ക് പൈസ കിട്ടുന്നത്, കുടുംബനാഥൻ എവിടുന്നാണ് ഇത് ഒപ്പിക്കുന്നത് എന്ന് ആളുകളെ മക്കളെ ധരിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദൂരത്ത് അത്രയും വലിയ അപകടമാണ്. ഒരു മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടുത്തിക്കളയുന്ന ദുശ്ശീലാണ്. അതുകൊണ്ടാണ് നമ്മൾ തഹിയ്യാത്ത് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു പ്രാർത്ഥിക്കില്ല, തശഹുദിന്റെ അവസാനത്തെ പ്രാർത്ഥന എന്താ? അള്ളാഹു എന്റെ ദൂരത്ത് നീ എനിക്ക് പുറത്തുവരണമെന്ന് പ്രാർത്ഥിക്കുന്നത് അത്രയും വലിയ അപകടമാണ്. അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ, പടച്ചവനെ എന്റെ തെറ്റുകൾ നീ പുറത്തു വരണം, വഇസ്റാഫന എന്റെ ജീവിതത്തിൽ ദൂർത്തായി അതിരുവിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്തു വരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വളരെ ഗൗരവത്തിൽ മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട പാഠമാണ്. ദൂർത്തുള്ളവൻ, ദുർവ്യയം നടത്തുന്നവൻ, അവന് സ്വർഗം ആസ്വദിക്കാൻ സാധ്യമല്ല, സ്വർഗം ലഭിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നവർ ദൂരത്തെന്ന് പറയുന്ന ദുശ്ശീലത്തിൽ വിട്ടു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.